എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇന്നത്തേക്ക് 7 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ 7 നാളുകൾക്കുള്ളിൽ ഒരു മുഖ്യമന്ത്രിയെയോ മന്ത്രിസഭയെയോ വിലയിരുത്താൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികൾ നൽകുന്ന സൂചനകൾ അത്ര നല്ലതല്ല. കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന SIR പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ നിർദാക്ഷിണ്യം വെട്ടിക്കളഞ്ഞ് പഴികേട്ട ഒരുപാട് ദുരൂഹതകൾ ജനമനസ്സുകളിൽ സൃഷ്ടിച്ച രത്തൻ കേൽക്കറെ തന്നെ, അതും BJPയുടെ ശക്തനായ ഒരു വക്താവ് മാത്രമാണ് രത്തൻ കേൽക്കർ. അത്തരം ആൾക്കാരെയാണ് അവർ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർമാരായി അതത് സംസ്ഥാനങ്ങളിൽ നിയമിക്കാറുള്ളൂ. ബംഗാളിൽ നിയമിച്ച അവിടെ CEO ആയിട്ട് പ്രവർത്തിച്ചിരുന്ന, ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെ അവിടുത്തെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താണ്? കളവിൻ്റെ വലുപ്പം കൂടുന്തോറും പ്രതിഫലവും കൂടുമത്രേ. എത്ര നിഷ്കളങ്കമായാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ നിയമനത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ലേ? അപ്പോൾ 102 സീറ്റ് കിട്ടും, 12-13 മന്ത്രിമാർ തോൽക്കും എന്നൊക്കെ പറഞ്ഞതിലേക്ക് സംശയത്തിൻ്റെ നിഴൽ വീശുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽക്കാൻ ഒരുപാട് കാര്യകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വേറെ ഒരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. LDF എന്ന് പറയുന്ന മുന്നണി തെരഞ്ഞെടുപ്പ് തോൽക്കാനിടയാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മത ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം തന്നെയാണ്. UDF ഭരിക്കുമ്പോൾ, അധികാരത്തിൽ വരുമ്പോൾ എക്കാലവും സംഭവിക്കാറുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരാതികളുടെ വലിയൊരു പ്രവാഹം തന്നെ സംഭവിച്ചിരിക്കുന്നത്. നാടാർ മഹാസഭയ്ക്ക് മന്ത്രിയില്ല, ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് മന്ത്രിയില്ല, ഈഴവരുടെ പ്രാതിനിധ്യം കുറവാണ്, അത് ശിവഗിരി മഠത്തിൽ നിന്ന്. ഇമാതിരി കാര്യങ്ങളൊന്നും LDF അധികാരത്തിൽ വരുമ്പോൾ കേൾക്കാത്തത് എന്താണ്? LDF ഇവരുടെ തീട്ടൂരം വാങ്ങിയല്ല അധികാരത്തിൽ വരാറ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളിൽ നിന്ന് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിൽ വരികയാണ് പതിവ്. അങ്ങനെയുള്ള പതിവ് 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഉണ്ടായ ഒരു ചടിപ്പിൽ നിന്നോ ഭരണപരമായ ചില വീഴ്ചകളിൽ നിന്നോ ഒരു ഒറ്റയാൾ പ്രതിഭാസത്തെ ഉയർത്തി നിർത്തി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയതുകൊണ്ട് എന്തൊക്കെയോ പല 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 കാരണങ്ങളാൽ LDF ഈ തെരഞ്ഞെടുപ്പ് തോറ്റു. അത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ വരാനിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് വമ്പിച്ച പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ തെറ്റിക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്കാണ് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. അധികാരമേറ്റ 3-ാം നാൾ തന്നെ ഒരു ഉന്നതിയിൽ അവിടുത്തെ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചിരുന്നവരെ നിർദാക്ഷിണ്യം കുടിയിറക്കുന്ന ഒരു പരിപാടിയിലേക്ക് വളരെ തന്ത്രപൂർവ്വം അവർ പ്രവേശിച്ചു. കടുത്ത പ്രതിരോധം, ജനകീയ പ്രതിരോധം ഉയർന്നതിനാൽ അതിനകത്ത് നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ പിണറായി വിജയൻ ഏകാധിപതിയാണ്, അയാൾ വലിയ ധാർഷ്ട്യവും അഹങ്കാരവും സമഗ്രാധികാരത്തിൻ്റെ വക്താവാണെന്നൊക്കെ പറഞ്ഞു കിടന്നിരുന്ന സതീശൻ എന്താണ് ചെയ്തത്? ധനകാര്യ വകുപ്പടക്കമുള്ള പ്രധാനപ്പെട്ട 40 വകുപ്പുകളാണ് അദ്ദേഹം കൈയടക്കി വച്ചിരിക്കുന്നത്. അവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് കൂടുതൽ മന്ത്രിമാരുണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ അദ്ദേഹം ചെയ്തത് ധനകാര്യ വകുപ്പ് പോലെ വളരെ കൃത്യമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇയാളെന്താ സാമ്പത്തിക വിദഗ്ധനാണോ? സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയ വ്യക്തിയാണോ? അല്ല. അത് CP ജോണാണ് ചെയ്തിരുന്നത്. ആ വകുപ്പ് ഏറ്റെടുത്തിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. സതീശനെ പോലുള്ളൊരാൾ
എന്തൊക്കെ ആവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.